നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. വിഷ്ണു പ്രകാശ് ആർ പങ്ക്ലിയ ലിമിറ്റഡ് എന്ന ജോധ്പൂർ ബേസ്ഡ് രാജസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ IPO വിശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അവർ എഞ്ചിനീയർ, കോൺട്രാക്ടർ, ഡിസൈനർ എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു കമ്പനിയാണ്. എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷനും പിന്നെ അത് പ്രധാനമായിട്ടും വാട്ടർ സപ്ലൈ പ്രോജക്ട്സിലൊക്കെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓഗസ്റ്റ് 24 മുതൽ 28 വരെയാണ് ഈ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഏകദേശം 309 കോടി രൂപയ്ക്കുള്ള ഫണ്ടാണ് അവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതെല്ലാം തന്നെ ഫ്രഷ് ഓഹരികളാണ്. അപ്പോൾ ഈ കമ്പനിയുടെ ഇഷ്യൂവിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് നോക്കാം. വിഷ്ണു പ്രകാശ് ആർ പുംഗ്ലിയ ലിമിറ്റഡ് ഈ കമ്പനി നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് മേഖലയിലാണ്, വാട്ടർ സപ്ലൈ പ്രോജക്ട്സിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. രാജസ്ഥാൻ ബേസ്ഡ്, അതായത് ജോധ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവർ ആക്ച്വലി പറയുകയാണെങ്കിൽ 1932 മുതലൊക്കെ നിലവിലുണ്ട്. അവരത് പാർട്ട്ണർഷിപ്പ് ഫേമായിട്ടൊക്കെ ആയിരുന്നു. പക്ഷേ 1986 മുതലാണ് ഈ കമ്പനി ഇന്നത്തെ രൂപത്തിൽ രൂപം കൊണ്ടത് എന്ന് പറയാം. 9ഓളം സ്റ്റേറ്റുകളിൽ കമ്പനിയുടെ പ്രവർത്തനം വ്യാപിച്ചിട്ടുണ്ട്. അവർ പ്രധാനമായിട്ട് വാട്ടർ സപ്ലൈ പ്രോജക്ട്സ്, പിന്നെ റെയിൽവേയായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ, റോഡ് പ്രോജക്റ്റ്, ഇറിഗേഷൻ പ്രോജക്ട്സുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതായത് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ, പമ്പിങ് സ്റ്റേഷൻസ്, പിന്നെ പൈപ്പ് ലൈന്, വലിയ പൈപ്പ് ലൈനുകൾ ഇടൽ, അതുപോലെ തന്നെ റോഡ്സ്, ബ്രിഡ്ജുകൾ, റെയിൽവേ, അതുകൂടാതെ വലിയ ടണലുകൾ, ഇതിൻ്റെ എല്ലാം നിർമ്മാണത്തിലുമെല്ലാമാണ് ഈ കമ്പനി കൂടുതൽ വിദഗ്ധരായിട്ടുള്ളത്. കൺസ്ട്രക്ഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എത്രമാത്രം ഉപകരണങ്ങളാണ് കമ്പനിയുടെ കൈവശമുള്ളത്. കമ്പനിയുടെ സ്വന്തമായിട്ട് ക്രഷേഴ്സ്, എക്സ്കവേറ്റേഴ്സ്, ലോഡേഴ്സ്, ഡോസേഴ്സ്, അതുപോലെ തന്നെ പേവർ മെഷീൻസ്, റെഡി മിക്സ് കോൺക്രീറ്റ് പ്ലാന്റ്സ്, കോൺക്രീറ്റ് മിക്സർ, ക്രെയിന്, ട്രാക്ടർ, ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾസ്, അങ്ങനെ വലിയൊരു ഫ്ലീറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ വെഹിക്കിൾസ്, അതുപോലുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളത്. പ്രധാനപ്പെട്ട പല സംസ്ഥാനങ്ങളുടെയും അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെയും എല്ലാം തന്നെ പ്രൊജക്റ്റുകൾ കമ്പനി ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. ജോധ്പൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ, രാജസ്ഥാൻ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, വാട്ടർ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റ്, റോഡ് ആൻഡ് ബിൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഗുജറാത്ത്, അതുപോലെ സൗത്ത് വെസ്റ്റേൺ കമാൻഡ്, മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസസ്, അങ്ങനെ നിരവധി പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ കമ്പനി ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വാട്ടർ സാനിറ്റേഷൻ പ്രോഗ്രാം പ്രൊജക്റ്റുകൾ മണിപ്പൂർ സർക്കാരിൻ്റെ ആയിട്ട് തന്നെ 4332 ദശലക്ഷം രൂപയ്ക്കുള്ള ഓർഡറാണ് കമ്പനിക്ക് 2021 ലഭിച്ചത്. അതുപോലെ തന്നെ രാജസ്ഥാൻ സർക്കാരിൻ്റെയും ഏകദേശം 19.8 ദശലക്ഷം രൂപയ്ക്കുള്ള ഒരു ഓർഡർ കൂടി കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഇതെല്ലാം വാട്ടർ സപ്ലൈ പ്രൊജക്ട്സിൻ്റെ കാര്യത്തിൽ കമ്പനിക്ക് ലഭിച്ചിട്ടുള്ള ചില നേട്ടങ്ങളാണ്. കമ്പനിയുടെ പേര് സൂചിപ്പിക്കും പോലെ തന്നെയാണ് അതിൻ്റെ പ്രൊമോട്ടേഴ്സിൻ്റെ പേരുകളും. അതായത് വിഷ്ണു പ്രകാശ് പങ്ക്ലിയാണ് പ്രധാന പ്രൊമോട്ടർമാരിൽ ഒരാൾ. അദ്ദേഹമാണ് കമ്പനിയുടെ ചെയർമാൻ. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മനോഹർലാൽ പങ്ക്ലിയ, സഞ്ജയ് കുമാർ പങ്ക്ലിയ, കമാൽ കിഷോർ, അജയ് പങ്ക്ലിയ, അങ്ങനെ ഇത്രയുമാണ് പ്രധാനപ്പെട്ട പ്രൊമോട്ടർമാരായിട്ട് പറയുന്നത്. അവർ 90.45% ഓഹരികളും ഇഷ്യൂവിന് തൊട്ട് മുമ്പ് ഇവരുടെ കൈവശം തന്നെയാണ്. ഇഷ്യൂ കഴിയുമ്പോൾ അത് 67.81% മാറുന്നുണ്ട്. പബ്ലിക് ഇഷ്യൂ വരികയാണല്ലോ, വേറെ മറ്റു നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെ പാർട്ടിസിപ്പേഷൻ കൂടി കമ്പനിയിലേക്ക് വരികയാണ്. 309 കോടിയുടെ ഇഷ്യൂ എന്ന് പറയുമ്പോൾ എല്ലാം തന്നെ ഫ്രഷ് ഓഹരികളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കമ്പനി ഉപയോഗിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, അവർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവശ്യങ്ങൾക്ക്, അതായത് മെഷീനറികളും ഇതുപോലെയുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം വാങ്ങുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ, പ്രവർത്തന മൂലധന ഫണ്ടിലേക്ക് വേണ്ടിയിട്ടും, പിന്നെ കമ്പനിയുടെ മറ്റ് കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നതെന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് ഒന്ന് പരിശോധിക്കാം. റവന്യൂ 2021 457.67 കോടി രൂപയാണെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 18.98 കോടി രൂപയാണ്. അത് അടുത്ത വർഷം 44.85 കോടി രൂപയായിട്ട് പ്രോഫിറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. റവന്യൂ അതുപോലെ തന്നെ 787.39 കോടി രൂപയായിട്ട് വർദ്ധിക്കുകയുണ്ടായി. 2023 നോക്കൂ, റവന്യൂ 1171 രൂപയായിട്ട് വലിയൊരു വർധനവ് കാണിച്ചിട്ടുണ്ട്. 1171
141.46 കോടി രൂപയാണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 90.64 കോടി രൂപയായിട്ടും അത് വർദ്ധിക്കുകയുണ്ടായി. അപ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് വളരെയധികം മികച്ചതായിട്ടാണ് നമുക്ക് കാണുന്നത്. എല്ലാ വർഷവും കൂടി വരുന്നുണ്ട് അതിൻ്റെ ലാഭം. അതുപോലെ തന്നെ റവന്യൂവും വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത് നമുക്ക് ഇവിടെ അതിൻ്റെ കടബാധ്യതകൾ കൂടി കാണാതിരിക്കരുത്. 110 ആയിരുന്നത് ഇപ്പോൾ 250 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഈ കമ്പനിയുടെ ലിസ്റ്റഡ് പിയർ കമ്പനികളുമായിട്ടൊന്ന് കമ്പാരിസൺ ഒന്ന് നോക്കാം. വിഷ്ണു പ്രകാശിൻ്റെ ബേസിക് EPS 10.41 ആണ്. പിന്നെ ഇതിൻ്റെ പിയർ കമ്പനികൾ നോക്കാം. PNC ഇൻഫ്രാടെക് അത് 25.67 ആണ് EPS. HG ഇൻഫ്ര എഞ്ചിനീയറിംഗ് 75.68, NCC ലിമിറ്റഡ് 9.77, റെയിൽ വികാസ് നിഗം 6.81, ITD സിമെന്റേഷൻ ഇന്ത്യ ലിമിറ്റഡ് 7.23 എന്നാണ് ബേസിക് ആയിട്ടുള്ള EPS കാണുന്നത്. രജിസ്ട്രാർ ഈ കമ്പനിയുടെ വിഷ്ണു പ്രകാശിൻ്റെ ലിങ്കിൻ ടൈം ഇന്ത്യയാണ് ഇതിൻ്റെ ഇഷ്യൂവിന്. ലീഡ് മാനേജേഴ്സ് ചോയ്സ് ക്യാപിറ്റൽ അഡ്വൈസർ പ്രൈവറ്റ് ലിമിറ്റഡും പാന്തോമത്ത് ക്യാപിറ്റൽ അഡ്വൈസേഴ്സുമാണ് ലീഡ് മാനേജേഴ്സ്. ഇനി നമുക്ക് ഈ വിഷ്ണു പ്രകാശ് എന്ന ഇഷ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ ഒന്ന് പരിശോധിക്കാം. ഓഗസ്റ്റ് 24 മുതൽ 28 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 94 രൂപ മുതൽ 99 രൂപ വരെയാണ് പ്രൈസ് ബാൻഡ്. 3.12 കോടി ഓഹരികളാണ് ഇവർ ഇഷ്യൂ ചെയ്യുന്നത്. എല്ലാം തന്നെ ഫ്രഷ് ഓഹരികളാണ്. ഓഫർ ഫോർ സെയിൽ ഒന്നും തന്നെ ഇല്ല. 309 കോടി രൂപയ്ക്കുള്ള ഇഷ്യൂ ആണിത്. 150 ഓഹരികളാണ് ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. 10 രൂപയാണ് ഒരു ഓഹരിയുടെ ഫേസ് വാല്യൂ. 35% ഓഹരികളും റീറ്റെയിലേഴ്സിനാണ് കൊടുക്കുന്നത്. 50% ഓഹരികൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് കൊടുക്കുന്നത്. ബാക്കി ആണ് ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്നുള്ളൂ. ഇത് മറ്റൊരു പ്രത്യേകത, എംപ്ലോയീസിന് 9 രൂപ ഡിസ്കൗണ്ട് അവർ അനുവദിക്കുന്നുണ്ട് ഇവരുടെ എംപ്ലോയീസ് ആയിട്ടുള്ള ആരെങ്കിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. BSEയിലും NSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അലോട്ട്മെൻറ്റ് വരുന്നത് 31-ാം തീയതിയാണ് ഓഗസ്റ്റ് മാസത്തിൽ. ഓഹരി കിട്ടാത്തവർക്ക് പൈസ തിരിച്ചു വരുന്നത് 1-ാം തീയതി സെപ്റ്റംബർ മാസത്തിൽ. ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് കിട്ടുന്നത് 4-ാം തീയതിയാണ്. പിന്നെ ഇത് ലിസ്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ മാസം 5-ാം തീയതിയുമാണ്. ഇതിനി വാങ്ങണോ വേണ്ടിയോ എന്ന് സംശയം പലർക്കും തോന്നിയേക്കാം. കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് പരിശോധിച്ചപ്പോൾ വളരെ മികച്ചതായിട്ടാണ് കണ്ടത്. മാത്രമല്ല കമ്പനി ലാഭത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അനുദിനം അവർ ലാഭത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല ഗവൺമെന്റിന്റെ പല 9ഓളം സ്റ്റേറ്റ് ഗവൺമെന്റുകളും കേന്ദ്ര ഗവൺമെന്റ് പ്രദേശങ്ങളിലും എല്ലാമുള്ള സർക്കാരിൻ്റെതായിട്ടുള്ള വർക്കുകളാണ് അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പണം കിട്ടാനുള്ള താമസം ചിലപ്പോൾ ബില്ല് മാറാനൊക്കെ വരും എന്നുള്ളതല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും സാധ്യതയില്ല. ലാഭത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ പിന്നെ ഇത് ഹൈ പ്രൈസ്ഡ് ആണെന്ന് പറയാനും പറ്റില്ല ഇഷ്യൂ. അതുകൊണ്ട് ചിലപ്പോൾ ഒരു ചെറിയ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയേക്കാം. എന്തായാലും ഇത് ഇഷ്യൂ അപ്ലൈ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. വിഷ്ണു പ്രകാശ് പംഗ്ലിയ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഇഷ്യൂ ഡീറ്റെയിൽസ് കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ കമൻറ്റുകൾ ഇടാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ എല്ലാ രീതിയിലും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു IPO വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.